ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 53. ആലത്തൂരിൽ വെച്ച് തന്റെ ക്ലാസ്സിലെ കൃഷ്ണപ്രിയയെ കണ്ട അനന്തൻ അവളുടെ ഡയമണ്ട് മാലയ്ക്ക് പകരം കള്ളനോട്ട് കൊടുത്തു പറ്റിച്ച മണ്ണാർക്കാട് സഹോദരന്മാരുമായി കയർത്തു. കൃഷ്ണപ്രിയയെ തല്ലിച്ചതച്ചതും പോരാഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് 100 രൂപ വലിച്ചെറിയുന്നത് കൂടി കണ്ട അനന്തൻ ഇനി ക്ഷമിക്കേണ്ട കാര്യമില്ല എന്നുറപ്പിച്ചു. നിങ്ങൾ 3 ആളും മരിക്കാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അനന്തൻ മൂവരിൽ മൂത്തവനെ ചവിട്ടി വീഴ്ത്തി. ഇത്തവണ അനന്തന്റെ ചവിട്ട് നേരത്തെ കണ്ടതുപോലെയല്ലായിരുന്നു. അതിന്റെ ശക്തിയിൽ അയാൾ വീണെടുത്തു നിന്ന് മണ്ണിലേക്ക് അല്പം പൂഴ്ന്നുപോയി. അവിടെ കിടന്ന് പുളയുകയാണ്. ചേട്ടന്റെ അവസ്ഥ കണ്ട് ദേഷ്യം പിടിച്ച രണ്ടാമത്തെയാൾ അനന്തനെ കൊല്ലണമെന്ന് മനസ്സാൽ ഉറപ്പിച്ച് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നതും അനന്തൻ അയാളുടെ താടിയിൽ ഊക്കോടെ ഇടിച്ചു. താടിയെല്ലിളകി പല്ല് തെറിച്ചു പോയതിന് പിന്നാലെ വായിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ട് അയാളും നിലംപതിച്ചു. ഇത്രയും ആയപ്പോഴേക്കും മൂന്നാമന്റെ മുഖത്തെ ധാർഷ്ട്യഭാവം അണഞ്ഞു. പകരം അവന്റെ മുഖത്ത് ഭയം നിഴലിച്ചു തുടങ്ങി. അവൻ അനന്തൻ തന്നെ തല്ലുമോ എന്ന് ഭയന്ന് പോക്കറ്റിൽ നിന്നും കത്തിയെടുത്തു. എന്റെ അടുത്ത് വരരുത്, എല്ലാത്തിനും കുത്തിക്കൊല്ലു ഞാൻ, അയാൾ അനന്തന്റെ നേർക്ക് കത്തി വീശിക്കൊണ്ട് പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ കൊല്ലടാ, അനന്തൻ വിളിച്ചു പറഞ്ഞു. അയാൾ കത്തിയും പിടിച്ച് വിറച്ചു നിൽക്കുമ്പോഴേക്കും മൂത്തയാൾ എഴുന്നേറ്റ് വന്ന് കത്തി വാങ്ങിച്ച് അനന്തന്റെ നേർക്ക് എറിഞ്ഞു. കണ്ടുനിന്ന എല്ലാവരും ഒരു നിമിഷം നടുങ്ങി. ആ നീളൻ കഠാര ഒരു മനുഷ്യന്റെ ശരീരം തുളച്ചു കയറുന്നത് കാണാനുള്ള ത്രാണി അവരിൽ ആർക്കും തന്നെ ഇല്ലായിരുന്നു. കൃഷ്ണപ്രിയയും മാലിനിയും കണ്ണുകൾ ഇറുക്കി അടച്ച് ഭയത്തോടെ നിൽക്കുമ്പോൾ എന്തോ ഒന്ന് ഇരുമ്പിൽ തട്ടിയതുപോലെയുള്ള കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടു. ഒരു ഭയാനകമായ കാഴ്ച പ്രതീക്ഷിച്ചു നിൽക്കുന്ന അവർക്ക് ആ ശബ്ദം നെഞ്ചിലൊരു ഇടിമുഴക്കം പോലെയാണ് തോന്നിയത്. അവർ ധൈര്യം സംഭരിച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച സകലരെയും ഞെട്ടിച്ചു. കഴുത്തിന് നേരെ വന്ന കത്തിയെ 2 വിരൽ കൊണ്ട് തടഞ്ഞു നിർത്തിയ അനന്തൻ. കത്തി അനന്തന്റെ വിരലിൽ കിടന്ന ഒരു മെറ്റൽ മോതിരത്തിൽ തട്ടിയ ഒച്ചയാണ് എല്ലാവരും കേട്ടത്. അനന്തന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇപ്പോൾ കഴുത്തു തുളഞ്ഞ് രക്തം പുറത്തേക്ക് ധാരധാരയായി ഒഴുകുകയും മരിച്ചു വീഴുകയും ചെയ്തേനെ. കത്തി എറിഞ്ഞവൻ പോലും സ്വന്തം കണ്ണുകൾ ഇറുകെ തിരുമി കാണുന്നത് മായക്കാഴ്ചയല്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അനന്തൻ തന്റെ വിരലൊന്ന് പിണച്ചതും വിരലിനിടയിലിരിക്കുന്ന ഇരുമ്പ് കത്തി കഷ്ണങ്ങളായി നുറുങ്ങി. അതിൽ വലിയ കഷ്ണം മാത്രം കയ്യിൽ പിടിച്ചിട്ട് ബാക്കിയെല്ലാം നിലത്തേക്ക് വീഴ്ത്തുന്ന അനന്തനെ നോക്കി എല്ലാവരും അമ്പരപ്പോടെ നിന്നു. അതിനുശേഷം അനന്തൻ ആ കയ്യിലിരിക്കുന്ന ഇരുമ്പ് കഷ്ണം മണ്ണാർക്കാട്ട് സഹോദരന്മാരിൽ മൂത്തവന് നേരെ തന്നെ എറിഞ്ഞു. അയാളുടെ നെഞ്ചിലേക്ക് അത് തറച്ചു കയറി ചോര വാർന്നു വീഴുമ്പോൾ അപ്രതീക്ഷിതമായ വേദന സഹിക്കാൻ വയ്യാതെ അയാളുടെ നേർത്ത ദീനരോദനം അവിടെ കേൾക്കാമായിരുന്നു. ഈ കാഴ്ച കണ്ട് പലരും അറിയാതെ നിലവിളിച്ചു പോയി. ആ കവലയിൽ മിക്ക ദിവസവും അടിപിടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു കൊലപാതകം അവർ നേരിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അനന്തനെ പോലെ കാഴ്ചയിൽ ഇത്രയും സാധുവും സുന്ദരനുമായ ഒരു 20 വയസ്സുകാരൻ പയ്യൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ അനന്തൻ മറ്റാരുടെയും മുഖഭാവങ്ങൾക്ക് യാതൊരു വിലയും നൽകിയില്ല എന്ന് മാത്രമല്ല, ആരെയും അധികം ശ്രദ്ധിക്കാൻ പോലും മെനക്കെട്ടില്ല. മാത്രമല്ല, താൻ എന്തോ വലിയ ഭയാനകമായ ഒരു കൃത്യമാണ് നടത്തിയത് എന്ന യാതൊരു ഭാവവും അനന്തന്റെ മുഖത്തില്ലായിരുന്നു. അനന്തൻ ഒരു കൂസലും കൂടാതെ നടന്നു ചെന്ന് വീണ് കിടക്കുന്ന അയാളുടെ പോക്കറ്റിൽ നിന്നും കൃഷ്ണപ്രിയയുടെ ഡയമണ്ട് മാല തിരിച്ചെടുത്തു. അനന്തൻ ആ മാല കൃഷ്ണപ്രിയയെ ഏൽപ്പിച്ചു. ഭദ്രമായി വെക്കണം. പിന്നെ ഇനി മേലിൽ ഇതുമായി ഇങ്ങോട്ടേക്ക് വരരുത്. അപകടം എത്രത്തോളം ഉണ്ടെന്ന് നേരിട്ട് മനസ്സിലായില്ല, അനന്തൻ ചോദിച്ചു. കൃഷ്ണപ്രിയ അനന്തനെയും ആ മരിച്ചു കിടക്കുന്ന ആളെയും മാറി മാറി നോക്കി. അവളുടെ കണ്ണുകളിലെ ഭയം അനന്തൻ തെളിഞ്ഞു കാണുന്നുണ്ട്. അനന്ത, താനയാൾ കൊന്നോ? അവൾ അരണ്ട സ്വരത്തിൽ അവനോട് ചോദിച്ചു. അവളുടെ ശബ്ദത്തിലെ പതർച്ച മതിയാകും ആ പെൺകുട്ടി എത്രത്തോളം ഭയന്നാണ് നിൽക്കുന്നത് എന്നറിയാൻ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. എനിക്ക് നന്നായി അറിയാം ഇതെങ്ങനെ ഡീല് ചെയ്യണമെന്ന്. എന്റെ കാര്യോർത്ത് നീ ടെൻഷൻ ആവണ്ട, അനന്തൻ അവളെ സമാധാനിപ്പിച്ചു. കൃഷ്ണപ്രിയ തന്റെ കയ്യിലെ മാലയിലേക്ക് തന്നെ നോക്കി. അത് കാണുന്തോറും അവൾക്ക് വിഷമം വർദ്ധിച്ചു.
താനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. തനിക്ക് വേണ്ടിയാണ് അനന്തൻ ഒരു കൊലയാളിയായത് എന്നിങ്ങനെയുള്ള ചിന്തകൾ അവളെ മൂടി. ഇനി എന്തൊക്കെയാകും സംഭവിക്കുക എന്നോർത്ത് അവൾ ആകെ വല്ലാതെയായി. പക്ഷേ അനന്തന് നല്ല ധാരണയുണ്ടായിരുന്നു, ഇതൊരു കേസ് ആയാൽ പോലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഒരുപക്ഷെ താനിത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും അവർ ഒരു പാവം പെൺകുട്ടിയെ കൊന്നേനെ. തന്നെയും കത്തിയെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചതാണ് അയാൾ. അപ്പോൾ താൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നതിൽ ഒരു തെറ്റുമില്ല. കോടതിയിൽ പോലും അതങ്ങനെയേ വരൂ. അനന്തൻ സമാധാനിച്ചു. പക്ഷെ മാലിനി ഈ സമയം വളരെയധികം ഭയത്തോടെയും വെപ്രാളത്തോടെയുമാണ് കാണപ്പെട്ടത്. അവൾ ഓടി അനന്തന്റെ അരികിൽ വന്ന് പറഞ്ഞു, അനന്ത, ഇവിടെ ഇനി നിൽക്കണ്ട. ഇത് ആ ഷൺമുഖന്റെ ഏരിയ. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാ. വാ, വേഗം പോവാം. അയാളുടെ കണ്ണിൽപ്പെട്ട കൊന്നുകളയും നമ്മളെ. മാലിനി യാചിക്കുന്നത് പോലെയാണ് അനന്തനോട് പറഞ്ഞത്. കൊന്നുകളയൊന്ന്? മരണസമയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോയാലും കാര്യമില്ല. അയാൾ നമ്മളുടെ പിന്നാലെ എത്തും. അതിപ്പോ അയാളുടെ മരണസമയമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചു. അനന്തൻ നിസാരമായി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ മാലിനി അവനെ നോക്കി. അവൾ അവനോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കുറച്ചു വണ്ടികൾ പൊടി പറത്തിക്കൊണ്ട് അവിടേക്ക് വന്നു നിന്നു. അതിൽ നിന്നും 10-15ഓളം പുരുഷന്മാർ ഇറങ്ങി. ദൈവമേ, ഇതാ ഷൺമുഖന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. മാലിനി അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. ആ വന്നവരിൽ ചിലർ അവിടെ നിന്നവരോട് എന്താണ് ഉണ്ടായത് എന്ന് തിരക്കി. പലരും പല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞത്. ചിലർ അനന്തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റു ചിലർ ചത്തവൻ അത് ചോദിച്ചു വാങ്ങിയത് തന്നെ എന്ന അഭിപ്രായക്കാരായിരുന്നു. കാര്യങ്ങളുടെ രത്നച്ചുരുക്കം പിടികിട്ടിയപ്പോൾ അവരിൽ ഒരാൾ അനന്തന്റെ അരികിലേക്ക് വന്നു. എന്താ മോന്റെ പേര്? അയാൾ വളരെ മര്യാദയോടെയാണ് അനന്തനോട് അത് ചോദിച്ചത്. എന്റെ പേര് അനന്തൻ, അനന്തൻ വർമ്മ. അനന്തനും അതേ മര്യാദയോടെ തന്നെ മറുപടി കൊടുത്തു. അയാൾ അവനെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു. ഇവിടെ നടന്ന പ്രശ്നം ഏതാണ്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് ഞങ്ങളുടെ ഷൺമുഖനണ്ണന്റെ സ്ഥലം. ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അത് പരിഹരിക്കുന്നത് പോലീസും കോടതിയും ഒന്നും ആയിരിക്കില്ല, ഷൺമുഖനണ്ണനായിരിക്കും. അതാണ് ഇവിടുത്തെ ഈ ആലത്തൂർ ദേശത്തെ നിയമം. ഈ പ്രശ്നത്തിനൊരു തീർപ്പ് കൽപ്പിക്കാതെ തനിക്ക് ഇവിടെ നിന്ന് പോവാനും കഴിയില്ല, അയാൾ പറഞ്ഞു. അങ്ങനെയാണോ? അതിനുവേണ്ടി ഞാനെന്താ ചെയ്യണ്ടേ? അനന്തൻ ചോദിച്ചു. കുറച്ച് ദിവസത്തിനകം ഷൺമുഖനണ്ണന്റെ പിറന്നാൾ വരുന്നുണ്ട്. ഇവിടെ ആലത്തൂർ ദേശം മുഴുവനും അതിന്റെ ആഘോഷങ്ങളുണ്ടാവും. അണ്ണന്റെ തറവാട്ടിലും ചടങ്ങുകളുണ്ട്. അന്ന് അവിടെ വന്നാ മതി. മണ്ണാർക്കാട്ടുകാരും വരട്ടെ. അവിടെ വെച്ച് അന്ന് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാം, അയാൾ പറഞ്ഞു. ഷൺമുഖന്റെ പിറന്നാൾ ദിനോ? ഈശ്വര, അന്നല്ലേ പല നാട്ടിൽ നിന്നും മല്ലന്മാര് പോരുന്നു വരുന്ന ദിവസം. ഒരുപാട് പേരുണ്ടാവും. വാശിയേറിയ പോരാട്ടം കാണാൻ കാണികളും ഏറെയാ. അന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. പ്രത്യേകിച്ച് ഇതുപോലൊരു വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാം. മാലിനി അനന്തന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തു. ആഹാ, കേട്ടിട്ട് കൊള്ളാലോ. ഇങ്ങനെ ഇത്രയും നല്ലൊരു പരിപാടിക്ക് ഈ ചേട്ടൻ നമ്മളെ നേരിട്ട് ക്ഷണിച്ചിട്ട് പോകാതിരിക്കുന്നത് എങ്ങനെ? മോശമല്ലേ? ഞാൻ എന്തായാലും പോകും. എനിക്ക് കാണണം അവിടുത്തെ മല്ലന്മാരുടെ പോരാട്ട വൈഭവം, അനന്തൻ പറഞ്ഞു. ഞാൻ എന്തായാലും വരും, അനന്തൻ അയാളോട് പറഞ്ഞു. വളരെ നല്ലത്. സ്ഥലവും സമയവും തീരുമാനമാവുമ്പോൾ ഞങ്ങൾ അറിയിക്കും. അതുവരെ എന്തായാലും ഞങ്ങൾ ആരും നിന്നെ ശല്യം ചെയ്യില്ല. എന്തോ വാങ്ങാൻ വേണ്ടി ആവുമല്ലോ വന്നത്, വന്ന കാര്യം നടക്കട്ടെ, അയാൾ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞ ശേഷം അനന്തൻ കൃഷ്ണപ്രിയയുടെ മുത്തശ്ശിയെ ചികിത്സിച്ചു. അവർ അല്പനേരം കൊണ്ട് തന്നെ ബോധം വീണ്ടെടുത്തു. കൃഷ്ണപ്രിയയുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ അനന്തൻ മുതിർന്നുവെങ്കിലും അവൾ അതിന് സമ്മതിച്ചില്ല. മാത്രമല്ല, മുത്തശ്ശിക്ക് ബോധം വീണു, എല്ലാം ഓക്കെ ആയി എന്ന് കണ്ടതും അവൾ വീണ്ടും മുടികൊണ്ട് മുഖം മറയ്ക്കുകയും ചെയ്തു. അനന്തൻ തന്നെ അവർക്ക് വീട്ടിലേക്ക് പോകാനായി ടാക്സി വിളിച്ചു കൊടുത്തു. നേരം രാത്രിയായതിനാൽ അവരെ സുരക്ഷിതമായി വീടിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവിടാൻ വേണ്ടി അനന്തൻ ആരും കാണാതെ ഡ്രൈവറിന്റെ കയ്യിൽ കുറച്ച് പൈസയും ഏൽപ്പിച്ച ശേഷമാണ് അവരെ അയച്ചത്. കൃഷ്ണപ്രിയയും മുത്തശ്ശിയും പോയി കഴിഞ്ഞ് അനന്തൻ വീണ്ടും കവലയിലേക്ക് കയറി. കവാടത്തിന് അരികിൽ അനന്തന്റെ പ്രവൃത്തികളെല്ലാം നോക്കി നിന്ന മാലിനിയുടെ മനസ്സ് വളരെയധികം കൺഫ്യൂഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അവൾക്ക് അനന്തനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു സാധു,
കണ്ടാൽ ദാരിദ്ര്യം വിളിച്ചു പറയുന്ന തരം വേഷവും രൂപവും, പ്രായം കൊണ്ട് ചെറുത്, വലിയ ലോകവിവരമുണ്ടെന്ന് പോലും തോന്നില്ല. എന്നാലോ സകല കലാവല്ലഭൻ, പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും, ആയോധന കലകളിൽ വീരൻ, പിന്നെ ആയുർവേദവും ശാസ്ത്രവുമെല്ലാം നല്ല ധാരണയുണ്ടെന്നും മാലിനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ലളിതമായി ജീവിക്കുന്നെങ്കിലും ആവശ്യങ്ങൾക്കെല്ലാം കയ്യിൽ ധാരാളം കാശുമുണ്ട്. എടുത്തുചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരെയും കൈവയ്ക്കുന്ന ഒരു ക്രൂര മനസ്സിനുടമയാണ് അനന്തൻ എന്ന തന്റെ തെറ്റിദ്ധാരണയും ഇപ്പോൾ കൃഷ്ണപ്രിയയോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ മാറിയിരിക്കുന്നു. അടുത്തറിയുന്നവർക്ക് പോലും എത്ര കാലം എടുത്താലും പൂർണ്ണമായി അനന്തനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാലിനിക്ക് തോന്നി. ഇവിടെ എങ്ങനെ നിന്നാ മതിയോ? നമ്മൾ അന്വേഷിച്ച ആ ഉരുളി കണ്ടുപിടിക്കണ്ടേ? മുന്നോട്ട് നടന്ന അനന്തൻ മാലിനി എന്തോ ചിന്തിച്ചു നിൽക്കുന്നത് കണ്ട് അവളോട് ചോദിച്ചു. അനന്തന്റെ ഭാവം കണ്ട മാലിനി വീണ്ടും അവനെ കൗതുകത്തോടെ നോക്കി. ഇവിടെ നടന്ന പ്രശ്നങ്ങളുടെ ആഘാതത്തിലാണ് താൻ ഇപ്പോഴും. കണ്ടുനിന്ന തന്റെ പേടി മാറിയിട്ടില്ല ഇതുവരെ. എന്നിട്ടും എല്ലാം ചെയ്തു വെച്ച അനന്തൻ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ എന്തിനു വേണ്ടിയാണോ വന്നത് അക്കാര്യത്തിൽ മാത്രം മുഴുകി മുന്നോട്ട് നടക്കുന്നു. മരുന്നുണ്ടാക്കാൻ വേണ്ട ആ ഓട്ടുരുളി മാത്രമാണ് അനന്തന്റെ മനസ്സിൽ. ഇതെന്തൊരു ജന്മമെന്ന് മാലിനി ഒരു ചിരിയോടെ പിറുപിറുത്തു. അനന്തൻ മുന്നോട്ട് നടന്ന് ഓരോ കടയിലും കയറി. മാലിനിക്ക് പല കടകളിലും കണ്ട പല വസ്തുക്കളോടും കൗതുകം തോന്നുകയും അവയൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ അനന്തന്റെ ശ്രദ്ധ മുഴുവൻ താൻ തേടി വന്ന സാധനത്തിൽ മാത്രമാണ്. ഓരോ കടയിലും കയറി ഇറങ്ങുമ്പോഴും അനന്തന്റെ മുഖം മങ്ങി. ഒടുവിൽ ഒരു കട അനന്തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആകെ അഴുക്കും പൊടിയും പിടിച്ച് ആരും കയറാത്ത ഒരു ചായ്പ്. അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങിയ അനന്തനെ മാലിനി തടഞ്ഞു. അവിടെ കയറണ്ടെന്നേ, അപ്പിടി പൊടിയും ചേറുവാ. കടയുടെ കോലം കണ്ടാ അറിയാം ക്വാളിറ്റി ഉള്ള ഒറ്റ സാധനം അവിടെ ഉണ്ടാവില്ലെന്ന്. ഇവന്മാർക്കൊക്കെ ഈച്ച അടിച്ചിരിക്കാതെ പൂട്ടി സ്ഥലം കാലിയാക്കാൻ പാടില്ലേ? മാലിനി ആ കടയുടെ രൂപം കണ്ട് നീരസത്തോടെ പറഞ്ഞു. സാധനങ്ങൾ ഒരുപക്ഷെ അഴുക്ക് പിടിച്ചു പോയാലും നമുക്ക് അവ കഴുകിയെടുക്കാം. പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ ക്ലാവും ചേറും പിടിച്ചു പോയി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അനന്തൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാതെ മാലിനി സംശയിച്ചു നിൽക്കുമ്പോഴേക്കും അനന്തൻ ആ കടയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ആലത്തൂർ ദേശത്തെ ഈ ചന്തയിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാകും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. അധ്യായം 54. ആലത്തൂർ കവലയിൽ തനിക്ക് വേണ്ട തരത്തിലുള്ള ഓട്ടുരുളി അന്വേഷിച്ചു ചെന്ന അനന്തൻ ഒരു പഴയ ചായപ്പ് പോലെയുള്ള കട കണ്ടെത്തി. അവിടേക്ക് കയറണ്ട എന്ന് മാലിനി തടഞ്ഞിട്ടും അനന്തൻ അകത്തേക്ക് കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ടാണ് മാലിനി അകത്തേക്ക് കയറാൻ തടഞ്ഞതെന്ന് അനന്തന് മനസ്സിലായത്. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഒറ്റമുറി ചായപ്പാണ് എന്ന് തോന്നുമെങ്കിലും അകത്ത് വളരെ വിശാലമാണ്. പക്ഷേ അകത്തും പൊടി പിടിച്ച പഴയ സാധനങ്ങൾ തന്നെയാണുള്ളത്. അതിനെല്ലാം ഉപരി ആ കടയുടെ ഉള്ളിലായി നടുവിൽ ഒരു കുഴിമാടമുണ്ട്. അതാണ് അനന്തനെ അതിശയിപ്പിച്ചത്. ഏതോ പഴയ രാജവംശവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അതെന്ന് അനന്തന് തോന്നി. ആ കുഴിമാടത്തിന്റെ രീതിയും ആ കല്ലറയുടെ രൂപവും അവിടെയുള്ള പുരാതന വസ്തുക്കളും ഒക്കെ കാണുമ്പോൾ ആർക്കും അങ്ങനെ ഒരു പ്രതീതിയാകും ഉണ്ടാകുന്നത്. അവിടെ സാധനങ്ങളുടെയൊക്കെ ഇടയിലായി ഒരു കസേരയും ഇട്ട് ഒരു വൃദ്ധൻ പഴയ റേഡിയോ കാതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് അനന്തൻ കണ്ടു. അനന്തനെ കണ്ട് അയാളും അവനെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു നോക്കി. എന്താ കുഞ്ഞെ, വെറുതെ കാണാൻ വന്നതാണോ? കയറി കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഒന്നിലും തൊട്ടേക്കല്ലേ. വേറൊന്നും കൊണ്ടല്ല, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അതേ പടി കൊണ്ട് വെച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലാ പലതും. കണ്ടില്ലേ, ആകെ ചേറും പൊടിയും. തൊട്ട ആകെ മെനക്കേടാ. കുഞ്ഞിന്റെ മേലും വൃത്തികേടാവും. ഇവിടെ ആകെ വീണ്ടും പൊടി ഇളകുകയും ചെയ്യും. പിന്നെ എല്ലാം വളരെ പഴയതാ. അതുകൊണ്ട് ഒന്നിലും തൊടാതെ നടന്നു കണ്ടോളൂ. അയാൾ അനന്തൻ അനുവാദം നൽകി. മാലിനി ആ കടയുടെ വാതിലിനരികിൽ തന്നെ നിന്ന് എല്ലാം നിരീക്ഷിക്കുകയാണ്. അവൾക്ക് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മേലാകെ തരിച്ചു കയറി. അറപ്പുകൊണ്ട് അവൾ വിമ്മിഷ്ടപ്പെട്ടു. പിന്നെ ആ കല്ലറയും ഒക്കെ കാണുമ്പോൾ ശരീരത്തിലൂടെ ഒരു കുളിര് പായുന്നത് പോലെ തോന്നി അവൾക്ക്. ഇതിനിടെ അനന്തന്റെ കണ്ണുകൾ ഒരു പെയിന്റിംഗ് ബ്രഷിൽ ഉടക്കി.
അതിന്റെ ഭംഗി കണ്ട് കൗതുകം തോന്നി അനന്തൻ അത് കയ്യിലേക്ക് എടുത്തു. ഈ ചെറുക്കനോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നിലും തൊടാൻ നിൽക്കണ്ടെന്ന്. അയാൾ അല്പം അമർഷത്തോടെ ചോദിച്ചു. ഈ ബ്രഷിന് എത്ര രൂപയെ? അനന്തന്റെ ചോദ്യം കേട്ട് അയാളുടെ മുഖം ചുളിഞ്ഞു. മൂക്കിൻ തുമ്പിലെ കണ്ണട ഒന്നുകൂടി ശരിയാക്കിക്കൊണ്ട് അയാൾ അനന്തനെ നോക്കി. മോന്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അതോ എന്നെ പരിഹസിക്കുകയാണോ? ഇതൊന്നും നിനക്കൊരിക്കലും ഉപയോഗപ്പെടുന്ന സാധനങ്ങളല്ല, അയാൾ പറഞ്ഞു. ഇത് നിങ്ങൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ വില പറയൂ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി, എന്തോ പ്രത്യേകത തോന്നുന്നു, അനന്തൻ പറഞ്ഞു. ശരിയാ കുഞ്ഞെ നീ പറഞ്ഞത്. ഒരുപാട് കാലം പഴക്കമുണ്ട് അതിന്. രാജകുടുംബവുമായി നല്ല ബന്ധമുള്ള വസ്തുവാ. മാത്രമല്ല അതിന്റെ ഓരോ നൂലും കാട്ടു ചെന്നായുടെ രോമം കൊണ്ട് നിർമ്മിച്ചതാ. ഞാൻ അത്രയും കരുതലോടെ സൂക്ഷിക്കുന്ന ഈ വസ്തുവിന് 1,20,000 രൂപയാ ഞാൻ ഇട്ടിരിക്കുന്ന വില. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും തന്റെ റേഡിയോ ചെവിയോട് ചേർത്തു. വില കേട്ട് കഴിയുമ്പോൾ അനന്തൻ പൊയ്ക്കൊള്ളുമെന്നായിരുന്നു അയാളുടെ വിചാരം. മാലിനിയുടെ മുഖവും വില കേട്ടതോടെ ഇരുണ്ടു. പിന്നെ ഈ പഴഞ്ചൻ പെയിന്റിംഗ് ബ്രഷിനല്ലേ ഇത്രയും വില? വേറെ പണിയില്ല, ഓരോരോ തട്ടിപ്പുകള്, മാലിനി പറഞ്ഞു. വിലയൊരു പ്രശ്നമല്ല, നിങ്ങളത് പാക്ക് ചെയ്യൂ. അനന്തൻ പറഞ്ഞത് കേട്ട് കടക്കാരനും മാലിനിയും ഒരുപോലെ ഞെട്ടി. ധനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന, മോഹം തോന്നുന്നത് എന്തും വില നോക്കാതെ ഞൊടിയിടയിൽ സ്വന്തമാക്കി ശീലിച്ച മാലിനിക്ക് പോലും ആ പഴഞ്ചൻ ബ്രഷിന് ഇത്രയും വിലയുണ്ട് എന്ന് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അനന്തൻ അത് വാങ്ങാൻ തയ്യാറായിരിക്കുന്നത്. പക്ഷേ മാലിനിക്ക് അനന്തനെ തടയാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. അവന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി അവൾ അസ്വസ്ഥതയോടെ മൗനം പാലിച്ചു. കുഞ്ഞിന് ഈ ബ്രഷിന് പിന്നിലെ കഥ അറിയില്ലല്ലോ. അതുകൂടി അറിഞ്ഞതിന് ശേഷം ഇത്രയും വില നൽകി ഈ ബ്രഷ് വാങ്ങിയാൽ മതി. പണ്ട് യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു രാജാവിന്റെ കല്ലറയിൽ നിന്ന് ലഭിച്ചതാണ് ഈ ബ്രഷ്. രാജാവ് നല്ലൊരു ചിത്രകാരനും കൂടി ആയിരുന്നു. തന്റെ മരണശേഷവും തനിക്ക് ഏറെ പ്രിയപ്പെട്ട പെയിന്റിംഗ് ബ്രഷ് തന്നോടൊപ്പം ഉണ്ടാകണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിയുന്ന കൊട്ടാരവാസികളാ ഈ ബ്രഷ് കല്ലറയിലേക്ക് ഇടുന്നത്. പക്ഷേ പിന്നീട് എപ്പോഴോ പുരാതന വസ്തുക്കൾക്ക് നല്ല വില കിട്ടുമെന്ന പേരിൽ ഈ ബ്രഷ് ചിലർ തിരികെ എടുത്ത് വിൽപ്പന ചരക്കാക്കി മാറ്റി. ഈ ബ്രഷിനൊപ്പം രാജാവിന്റെ ആത്മാവുണ്ടെന്നും ഇത് ഏറ്റുവാങ്ങുന്നവർ രാജാവിന്റെ ശാപത്തിന് ഇരയാകുമെന്നും ഒക്കെയുള്ള കഥകളാ പിന്നീട് പ്രചരിച്ചത്. അതിലെത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ അറിയുന്നവർ ആരും ഈ ബ്രഷ് വാങ്ങില്ല. മോൻ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങാൻ തയ്യാറാവുമ്പോ ഞാൻ ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ഇനി എന്ത് വേണമെന്ന് ഇയാൾക്ക് തന്നെ തീരുമാനിക്കാം, കടക്കാരൻ പറഞ്ഞു. ഇത്രയും പ്രത്യേകതകളുള്ളൊരു ബ്രഷ് ഞാൻ എന്തിനു ഉപേക്ഷിക്കണം? ഉറപ്പായും ഞാനിത് വാങ്ങും. അനന്തന്റെ തീരുമാനം കേട്ട കടക്കാരൻ അവനെ അടിമുടിയൊന്നു നോക്കി. അനന്തന്റെ മറുപടി കേട്ട് അയാളുടെ മുഖം ഒടുന്നനെ വിടർന്നു. അയാൾ പറഞ്ഞു, മോൻ ആള് കൊള്ളാലോ. നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ല. ധൈര്യശാലി. നിനക്കിഷ്ടപ്പെടുന്ന തരം വസ്തുക്കൾ ഇനിയും ഏറെ ഉണ്ടാകും ഇവിടെ. നടന്നു കണ്ടോളൂ. അനന്തൻ അല്പനേരം കൂടി അവിടെ ചുറ്റിത്തിരിഞ്ഞു. അപ്പോഴാണ് ഒരു പഴയ ടീ സെറ്റ് അവൻ കണ്ടത്. എന്തോ പ്രത്യേകതയുണ്ടല്ലോ എന്ന് തോന്നി സൂക്ഷിച്ചു നോക്കിയ അനന്തന് മനസ്സിലായി അതൊരു ആമത്തോടാണ് എന്ന്. ആമത്തോടിൽ കൈ പിടിപ്പിച്ച ഒരു ടീ സെറ്റ്. ഒരു കൗതുകം തോന്നി അനന്തൻ അതിന്റെയും വില ചോദിച്ചു. ആ കടക്കാരൻ അറിയാതെ ചിരിച്ചുപോയി. നിന്റെ കണ്ണിനൊരു പ്രത്യേക ശക്തിയുണ്ടല്ലോ കുഞ്ഞ്. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത എന്നാൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ തന്നെയാ നിന്റെ കണ്ണുകൾ പതിക്കുന്നത്. മറ്റു നാഗങ്ങൾക്കിടയിൽ ആദിശേഷന് പ്രത്യേകതകൾ ഏറെയുള്ളത് പോലെ തന്നെ മറ്റു മനുഷ്യരുടെ ഇടയിൽ നിനക്കും പ്രത്യേകതകൾ ഏറെയാണ്. ആ ടീസെറ്റ് 10,000 വർഷങ്ങൾ പഴക്കമുള്ളതാ. നീ നേരത്തെ വാങ്ങിച്ച ബ്രഷിനേക്കാൾ വളരെയേറെ പവിത്രം, കടക്കാരൻ പറഞ്ഞു. 10,000 വർഷോ? അത് എനിക്ക് അത്ര വിശ്വാസം പോരാ.
വില കൂട്ടി പറയാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഓരോ കഥകൾ അടിച്ചിറക്കുന്നതല്ലേ? അനന്തൻ അയാളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ എന്താ ഇത്ര പ്രയാസം? ഇത് കണ്ടിട്ട് ഇന്നലെ വാങ്ങിവെച്ച ചായപാത്രം പോലെയുണ്ടോ? 10,000 വർഷമൊന്നും ഇല്ലെങ്കിൽ പോലും മിനിമം 5,000 വർഷമെങ്കിലും വരും ഇതിന്റെ പഴക്കം. ഈ പാത്രത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇപ്പോ അതിലിരിക്കുന്ന വെള്ളം ഒന്ന് തൊട്ടു നോക്ക്. ഐസ് പോലെ തണുപ്പായിരിക്കും. എത്ര നേരം കഴിഞ്ഞാലും അതേ തണുപ്പ് തന്നെ. ഇനി ചൂടുവെള്ളമാണ് വെക്കുന്നതെങ്കിലും അതേ താപം നിലനിർത്താൻ ഈ പാത്രത്തിന് ശക്തിയുണ്ട്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്നതൊന്നുമല്ല. ചിലത് എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു 30 ലക്ഷത്തിൽ കുറച്ച് ഞാനിത് വിൽക്കില്ല. കടക്കാരൻ തറപ്പിച്ചു പറഞ്ഞു. ഒരു 10 ലക്ഷത്തിനപ്പുറം ഞാൻ തരുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ കാർഡ് സ്വൈപ്പ് ചെയ്തോളൂ. അനന്തൻ കാർഡ് എടുത്ത് നീട്ടി. കടക്കാരൻ അല്പനേരം ആലോചിച്ചു. ലേശം അതൃപ്തി അയാളുടെ മുഖത്ത് കണ്ടെങ്കിലും അനന്തൻ പറഞ്ഞ വിലയ്ക്ക് അയാൾ സമ്മതിച്ചു. ഇതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭാവിയിൽ എന്തെങ്കിലും ഗുണമുണ്ടായാൽ അന്ന് ഈ പാവം കിളവനെ മറക്കല്ലേ. അതും പറഞ്ഞ് അയാൾ അത് പാക്ക് ചെയ്ത് കൊടുത്തു. ബില്ലടിച്ചു വാങ്ങിയ സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയ അനന്തനെ കണ്ട് മാലിനി ഒന്നും മനസ്സിലാകാതെ നിന്നു. തെരുവിൽ ആക്രി പെറുക്കുന്നവർ പോലും മൈൻഡ് ചെയ്യാത്ത തരം വസ്തുക്കൾ വാങ്ങി വരുന്ന അനന്തനോട് എന്താണ് പറയേണ്ടത് എന്ന് അവൾക്കറിയില്ല. പക്ഷേ അനന്തനെ മനസ്സിലാക്കിയിടത്തോളം അവൻ ഇത്രയും വില നൽകി ഇതൊക്കെ വാങ്ങിച്ചുവെങ്കിൽ അതിനു പിന്നിൽ ശക്തമായ കാരണവും ഉണ്ടാകും എന്ന് മാലിനി സമാധാനിച്ചു. അവർ അതിനുശേഷവും പല കടകളിലും കയറി. അനന്തൻ തേടി വന്ന ഓട്ടുരുളി മാത്രം ലഭിച്ചില്ല. നേരം പുലർച്ചെ 4 മണിയോടടുത്തതറിഞ്ഞ അവർ ഇരുവരും തിരിച്ചു പോകാൻ ഒരുങ്ങി. മാലിനിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അപ്പോഴും അവളാണ് അനന്തന് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതും അതുപോലെ ഇവിടേക്ക് കൂട്ടുവന്നതും. പക്ഷേ തേടി വന്ന സാധനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു കൊലപാതകം ഉൾപ്പെടെ പുതിയ പല പ്രശ്നങ്ങളിലും അനന്തൻ വീണ്ടും വന്ന് ചാടുകയും ചെയ്തു. താൻ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന തോന്നൽ മാലിനിയെ വല്ലാതെ അലട്ടി. മാലിനി അനന്തനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത ശേഷം അവനോട് ക്ഷമ പറഞ്ഞു. ഞാൻ കാരണം ഇന്ന് ഒത്തിരി സമയവും വേസ്റ്റായി. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും. ഷൺമുഖന്റെ പിറന്നാളിന് പോകാൻ താല്പര്യമില്ല എങ്കിൽ പോണ്ട. ഇന്നത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെയോ മറ്റാരെങ്കിലും അയക്കാം. മാലിനി പറഞ്ഞു. അതൊന്നും പ്രശ്നമല്ല. ഞാൻ ഏതായാലും അന്ന് പോകുന്നുണ്ട്. എനിക്കതിന് യാതൊരു മടിയും ഇല്ല എന്ന് മാത്രമല്ല, ഇവരെയൊക്കെ ഇന്ന് നേരിട്ട് കാണുന്നത് നല്ലതല്ലേ. അനന്തൻ അതും പറഞ്ഞ് ഡിക്കിയിൽ നിന്ന് താൻ വാങ്ങിയ സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് നടന്നു. അനന്തൻ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് സോഫയിലിരുന്ന് ഉറക്കം തൂങ്ങുന്ന വാസുദേവനെയാണ്. അനന്തൻ വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അയാൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ആ, മോൻ എത്തിയോ? ഇത് എവിടെ പോയതാ ഇത്രയും ലേറ്റ് ആവാൻ? നീ ഒന്നും കഴിച്ചു കാണില്ലല്ലോ, ഞാൻ എടുക്കാം. അതും പറഞ്ഞ് തനിക്ക് ഭക്ഷണം എടുക്കാൻ എണീറ്റ അച്ഛനെ അനന്തൻ തടഞ്ഞു. സമയം വെളുപ്പിന് 4 മണി കഴിഞ്ഞു. അച്ഛൻ എന്തിനാ എന്നെയും കാത്തിങ്ങനെ ഉറക്കൊഴിയുന്നത്? ഞാനെന്താ കൊച്ചുകുട്ടിയാ? വരുമ്പോ വിശപ്പുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ എടുത്ത് കഴിക്കില്ലേ? അനന്തൻ പരിഭവം പറഞ്ഞു. നീ എത്ര വലുതായാലും എനിക്ക് ആ പഴയ കുഞ്ഞനന്തൂട്ടം തന്നെയല്ലടാ. ശരി, ഞാൻ ഇനി ഉറക്കൊഴിഞ്ഞു എന്ന് പരാതി വേണ്ട. നീ എന്താ വേണ്ടതെന്ന് വെച്ചാ എടുത്ത് കഴിച്ചിട്ട് കിടന്നു. ഫ്രിഡ്ജിൽ ബ്രെഡും ഇരിപ്പുണ്ട്. വാസുദേവൻ മുറിയിലേക്ക് പോയ ശേഷം അനന്തൻ തന്റെ കയ്യിലെ കവറിൽ നിന്നും ഓരോ സാധനങ്ങളായി പുറത്തേക്കെടുത്തു. ഇപ്പോൾ തന്നെ മുറിയിൽ പലതരം വിചിത്ര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ദിവ്യഫലങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഗുളികകൾ, പിന്നെ മൃതസഞ്ജീവനിയിൽ വെച്ച് പ്രത്യേകം വിരിയിച്ചെടുത്ത ശിവമല്ലിപ്പൂവ്, സൈരന്ദ്രിയെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ചെളിയിൽ നിന്നും കിട്ടിയ അമൂല്യമായ കല്ല്, പിന്നെ ഇന്ന് താൻ കൊണ്ടുവന്ന ബ്രഷ്, ടീസെറ്റ്, പിന്നെ 3 തട്ടുള്ള ഒരു ഉറിയും. ടീസെറ്റിനൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്തിരുന്ന ഒരു ഉറിയും അനന്തന്റെ കണ്ണിൽ പെട്ടിരുന്നു. അതും അവൻ അവയ്ക്കൊപ്പം വാങ്ങിച്ചു. കുറച്ചുകൂടി വലിയൊരു മുറി വേണ്ടി വരുമല്ലോ. ഡെയിലി പുതിയ ഓരോന്ന് എത്തുന്നുണ്ട്. എല്ലാവർക്കും കൂടി സ്ഥലം തികയോ ആവോ? അനന്തൻ ആ വസ്തുക്കളെല്ലാം മുറിയുടെ ഓരത്ത് അടുക്കി വെക്കുന്നതിനിടെ സ്വയം പറഞ്ഞു. അനന്തൻ
ആ ഉറിയിലെ ഓരോ തട്ടും ഒരു വൃത്തിയുള്ള തുണിയെടുത്ത് സൂക്ഷിച്ചു തുടച്ചു. പക്ഷെ എത്ര തുടച്ചിട്ടും അതിലെ ചില പാടുകൾ പോകുന്നില്ല എന്ന് അനന്തൻ ശ്രദ്ധിച്ചു. ഇതിൽ മരുന്നുകൾ ഒഴിച്ചു വെച്ചാൽ അത് കേടാകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഇത് പൂർണ്ണമായി വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാൻ കഴിയൂ. അനന്തൻ ചിന്തിച്ചു. അല്പസമയം കണ്ണുകൾ അടച്ച് ചില മന്ത്രങ്ങൾ ജപിച്ചു നിന്ന അനന്തന്റെ ശരീരത്തിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നും ചെറുപ്രകാശ കിരണങ്ങൾ പോലെ ഒരു ശക്തി ലയിക്കാൻ ആരംഭിച്ചു. പൂർണ്ണമായും ആ ശക്തി തന്നിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായ അനന്തൻ കണ്ണുകൾ തുറന്ന് ആ ഉറിയിലേക്ക് നോക്കി. അനന്തൻ അല്പനേരം അങ്ങനെ നോക്കി നിന്നതും ആ പാത്രങ്ങളിൽ പറ്റിപ്പിടിച്ച കറയും കറുത്ത പുള്ളികളും അതിവേഗം മാഞ്ഞു പോകാൻ തുടങ്ങി. പൂർണ്ണമായും വൃത്തിയായ ആ ഉറിയുടെ തട്ടുകൾ ഓരോന്നും ചുവപ്പും സ്വർണ്ണ നിറവും ഇടകലർന്നായിരുന്നു കാണപ്പെട്ടത്. അതേസമയം ഒരു അദൃശ്യമായ ഓരോ മാന്ത്രിക വലയവും ആ 3 പാത്രങ്ങൾക്ക് ചുറ്റും അനന്തന് കാണാൻ കഴിഞ്ഞു. എന്തായിരിക്കും ആ ഉറിയുടെ പ്രത്യേകത? ഇനി അതിനു പിന്നിലും കാണുമോ എന്തെങ്കിലും പഴയ കഥ? അധ്യായം 55. ആലത്തൂർ കവലയിൽ നിന്നും തനിക്കിഷ്ടപ്പെട്ട ചില സാധനങ്ങൾ വാങ്ങിയ ശേഷം പുലർച്ചെ 4 മണിയോടെ വീട്ടിലെത്തിയ അനന്തൻ ഇതുവരെ താൻ കളക്ട് ചെയ്ത അപൂർവ വസ്തുക്കളൊക്കെ ഓരോന്നായി എടുത്തു നോക്കി. ഉറിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാന്ത്രിക കിരണങ്ങൾ അനന്തനെ അത്ഭുതപ്പെടുത്തി. കടയിൽ വെച്ച് തന്നെ ഇതിനെന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അനന്തൻ ആ ഉറി വാങ്ങിച്ചത്. പക്ഷേ ഇതിപ്പോ അനന്തന്റെ ഭാവനയ്ക്കും അപ്പുറമുണ്ട് അതിന്റെ മാന്ത്രികത. ഇതൊരിക്കലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജീവിച്ചിരുന്ന ഏതെങ്കിലും സാധാരണ ഒരു കുശവൻ പണിത ഉറിത്തട്ടുകളായിരിക്കില്ല. ഒരു മഹാസിദ്ധൻ തന്നെയായിരിക്കും ഇവ നിർമ്മിച്ചത്. അനന്തൻ കണക്കുകൂട്ടി. അനന്തന് പണ്ട് നാഗലോകത്ത് വെച്ച് നാഗരാജൻ തക്ഷകൻ തനിക്ക് പറഞ്ഞു തന്ന ഒരു കഥ ഓർമ്മ വന്നു. നാഗലോകത്തെ വൈദ്യന്മാർ വിശിഷ്ടമായ സോമരസവും ഔഷധങ്ങളും തയ്യാറാക്കാൻ വേണ്ടി വിശേഷപ്പെട്ട 9 കുംഭങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടത്രേ. കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഉപയോഗശൂന്യമാകുന്ന കുംഭങ്ങൾ ആഴിയുടെ അടിത്തട്ടിലാവും ഉപേക്ഷിക്കപ്പെടുന്നത്. ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ച് ഇവയെല്ലാം വെറും കെട്ടുകഥകളാവാം. പക്ഷേ നാഗലോകത്ത് മാത്രമല്ല, ഈ ഭൂമിയിൽ പോലും ഇത്തരം കുംഭങ്ങളും കലശങ്ങളും മറ്റും നിലവിലുണ്ട് എന്നത് അനന്തൻ അതിശയമായിരുന്നു. അനന്തൻ ആ ഉറിത്തട്ടുകൾ ഓരോന്നും സമയമെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചു. അവയിൽ ഒരെണ്ണമെങ്കിലും താൻ കേട്ട കഥകളിലെ 9 വിശിഷ്ട കുംഭങ്ങളിൽ ഒന്നാണോ എന്നായിരുന്നു അവൻ അറിയേണ്ടിയിരുന്നത്. അപ്പോഴാണ് അനന്തന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം തെളിഞ്ഞു വന്നത്. പുരാതന കാലത്ത് ഇത്തരം വസ്തുക്കളിലായിരുന്നു ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് ഇവയ്ക്ക് പകരം പലതരം മെഷീനുകൾ ഉപയോഗിച്ചാണ് കഷായവും മറ്റും കുറുക്കിയെടുക്കുന്നത്. എന്നിരുന്നാലും ഇന്നും നിലവിലുള്ള ഗ്രന്ഥങ്ങളിൽ പലതിലും ഇത്തരം വസ്തുക്കളിൽ മരുന്ന് ചൂടാക്കുമ്പോഴും മറ്റും ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. മരുന്ന് തിളപ്പിക്കാൻ വലിയ ഇലക്ട്രിക് ഫർണസുകൾക്ക് പകരം ചാണക വരളി കൊണ്ടുണ്ടാക്കിയ അടുപ്പാണ് നല്ലതെന്നും എവിടെയോ വായിച്ചത് അനന്തൻ ഓർത്തു. അനന്തൻ ആ ഉറിത്തട്ടുകൾ അടുക്കി ഭദ്രമായി വെച്ചു. പലതും മാന്ത്രിക ശക്തിയുള്ള വസ്തുക്കളായതിനാൽ എപ്പോഴെങ്കിലും അവയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന എനർജി ഒരു വലിയ സ്ഫോടനത്തിന് കാരണമാവുകയാണെങ്കിൽ അത് തീർച്ചയായും തന്റെ അച്ഛനും അനിയത്തിക്കും അപകടമാകും. അതിനാൽ ഇവയെല്ലാം സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണം. അവിടെ വെച്ച് താൻ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളും നടക്കുകയുള്ളൂ. അനന്തൻ പലതും കണക്കുകൂട്ടി. അനന്തൻ മൃതസഞ്ജീവനിയിലെ ചേറിൽ നിന്ന് കിട്ടിയ കല്ല് കയ്യിലെടുത്തു. നിസാരം ഒരു താറാമുട്ടയുടെ വലിപ്പം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അനന്തന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞു കല്ലിന് കുറഞ്ഞത് 10 കിലോയിലധികം ഭാരമെങ്കിലും ഉണ്ടാകും. അനന്തനല്ലാതെ മറ്റൊരു മനുഷ്യനും ഇത്രയും നിസാരമായി ആ കല്ലിനെ 2 വിരലുകൾ കൊണ്ട് എടുത്തുയർത്തില്ല. നിന്നിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ട് അനന്തൻ ആ കല്ലിലേക്ക് ശക്തമായൊന്ന് ഊതി. ഒരു ശീൽക്കാരനാദത്തോടെ അനന്തന്റെ നാവിൽ നിന്നും പതിച്ച ചുടുകാറ്റേറ്റ് ആ കല്ലിന്റെ മുകൾ ഭാഗം അടർന്നുപോയി. അതിനുള്ളിൽ വെള്ള നിറത്തിൽ പ്രകാശം വമിക്കുന്ന ഒരു കല്ല് അനന്തൻ കണ്ടു. എന്തായിരിക്കും ഈ വസ്തുവിന്റെ മൂല്യം? അതെന്തു തന്നെ ആയാലും സൈരന്ധ്രയ്ക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടെന്നുള്ളത് വ്യക്തമാണ്.
ഇത് മൃതസഞ്ജീവനിയിൽ എത്തിയത് എങ്ങനെ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാമുള്ള ഉത്തരം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സൈരന്ധ്രി ആ രാത്രിയിൽ മൃതസഞ്ജീവനിയിൽ എത്തിയത്. സ്വന്തം ജീവനേക്കാൾ മൂല്യം ഈ വസ്തുവിന് അവൾ നൽകിയിട്ടുണ്ടാകുമെന്നതും ഉറപ്പാണ്. അവൾ ഒരു നിഗൂഢതയുടെ കലവറ തന്നെയാണ്. അനന്തൻ ഒന്ന് ചുണ്ടുകൂട്ടി മന്ദഹസിച്ചു. അനന്തൻ ആ കല്ലിനെ വീണ്ടും കയ്യിൽ വെച്ച് കറക്കി. നല്ല ഭംഗിയുണ്ട്. ഒരുപക്ഷെ മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ഈ കല്ല് ലഭിച്ചതെങ്കിൽ അയാൾ ഇത് വെറും ഒരു അലങ്കാര വസ്തുവാണെന്ന് ധരിച്ച് വീട്ടിൽ സൂക്ഷിച്ചനെ. പക്ഷേ ഇതിപ്പോൾ തന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നതിനർത്ഥം ഉറപ്പായും തന്റെ നിയോഗങ്ങളിലും കർത്തവ്യങ്ങളിലും ഈ വസ്തുവിനും ചിലത് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ്. നേരം പുലരാൻ ഇനിയും സമയം ഒരുപാട് ബാക്കിയുണ്ട് എന്ന് കണ്ട അനന്തൻ ആ വസ്തുക്കളെല്ലാം എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ചെന്നപാടെ അനന്തൻ ആദ്യം ചെയ്തത് അവിടെ തന്നെ കൂടാതെ മറ്റാരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ആ നേരത്ത് ചുറ്റും CCTV ക്യാമറയൊക്കെ ഉള്ള ഏരിയയിൽ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് അനന്തൻ അറിയാം. എങ്കിലും താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ തീവ്രത അറിയാവുന്നത് കൊണ്ട് മാത്രം അനന്തൻ അവിടെ മറ്റാരുമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ശേഷം അനന്തൻ ആ ഉറിയിൽ നിന്ന് ചുവന്ന തട്ടെടുത്ത് അതിലേക്ക് അവൻ സ്വയം നിർമ്മിച്ച ശിവമല്ലിപ്പൂവ് വെച്ചു. ശേഷം ആ പുഷ്പത്തിന്റെ നടുവിലായി ഒരു വെള്ളക്കല്ലും വെച്ചു. ഇപ്പോൾ കണ്ടാൽ ഒരു പരന്ന പക്ഷിക്കൂടിന് നടുവിലായി ഒരു മുട്ടയിരിക്കുന്ന പ്രതീതിയാണ്. അനന്തൻ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച ശേഷം ആ ചുവന്ന കുംഭം കയ്യിലെടുത്ത് അതിൽ ചില അടയാളങ്ങൾ വരച്ചു. ഓം ചിഹ്നവും സ്വസ്തിക ചിഹ്നവുമൊക്കെ അവൻ അതിൽ വരച്ചു കഴിഞ്ഞതും അവയെല്ലാം സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. വായുവിൽ കൈകൊണ്ടൊഴിഞ്ഞ ശേഷം ആ കുംഭത്തിന് നേരെ അനന്തൻ കൈ വീശിയതും അവന്റെ കയ്യിൽ നിന്നും ശക്തമായ കാറ്റ് അതിലേക്ക് പതിച്ചു. അകമ്പടിയായി ആകാശത്തു നിന്നും ഇടിമിന്നൽ. അന്തരീക്ഷത്തിലെ ഈ കോളിളക്കം കാരണം ചുറ്റുമുള്ള മരങ്ങൾ ആടി ഉലയുകയും കായ്കനികളൊക്കെ നിലം പതിക്കുകയും ചെയ്തു. പക്ഷേ അനന്തന്റെ മുന്നിലിരിക്കുന്ന വസ്തുക്കളിൽ ഒന്നിനും ഒരു കുലുക്കവും ഉണ്ടായില്ല. കാരണം അവൻ അതിൽ കൊത്തിയിട്ട ചിഹ്നങ്ങൾ തന്നെയാണ്. അല്ലയോ പഞ്ചഭൂതങ്ങളെ, നിങ്ങളുടെ ശക്തികൾ എന്നിലേക്ക് പകരൂ, നമ്മെ സഹായിക്കൂ. അനന്തൻ കണ്ണുകൾ അടച്ച് വലം കൈ നീട്ടി പഞ്ചഭൂതങ്ങളോട് സഹായം ആവശ്യപ്പെട്ടു. നിമിഷ നേരത്തിനുള്ളിൽ അനന്തന്റെ വലം കൈയിൽ ഒരു തീനാളം രൂപപ്പെട്ടു. ആ തീനാളം ചുവന്ന കുംഭത്തിനുള്ളിലേക്ക് അവൻ നിക്ഷേപിച്ചു. കുംഭത്തിൽ നിന്നും തീജ്വാലകൾ ഉയരാൻ തുടങ്ങി. തീജ്വാലകൾ ഉയരുന്നതിനൊപ്പം തന്നെ ഉള്ളിൽ എന്തോ തിളയ്ക്കുന്നത് പോലെ ഒരു ശബ്ദവും ആ കുംഭത്തിനുള്ളിൽ നിന്നും വന്നു തുടങ്ങി. അല്പം സമയം കൂടി കഴിഞ്ഞപ്പോൾ ഒരു മനം മയക്കുന്ന ഗന്ധവും എത്തി. ആ ഗന്ധം മൂക്കിലേക്ക് അരിച്ചു കയറുമ്പോൾ അനന്തന് താൻ സ്വയം ദേവലോകത്തെ ഏതോ ഉദ്യാനത്തിൽ സ്വർഗീയ പുഷ്പങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണ് എന്ന തോന്നലാണ് ഉണ്ടായത്. ആ മണം ശ്വസിച്ച അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, അപ്പോ എന്റെ പരീക്ഷണം പാളിയിട്ടില്ല. ഒരു ചെറിയ പിഴവ് സംഭവിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ഈ സുഗന്ധത്തിന് പകരം ആർക്കും സഹിക്കാൻ കഴിയാത്തയത്ര രൂക്ഷഗന്ധമാവും അനുഭവപ്പെടുന്നത്. ആ തീനാളം മെല്ലെ അണഞ്ഞു തുടങ്ങി. കുംഭത്തിനുള്ളിൽ നിന്നും എന്തോ തിളയ്ക്കുന്ന ശബ്ദവും മെല്ലെ ഇല്ലാതെയായി. അതിൽ നിന്നും ഉയരുന്ന സുഗന്ധത്തിന് മാത്രം തോത് കൂടി വന്നു. അനന്തൻ സൂര്യോദയം വരെ കാത്തുനിന്നു. നേരം കടന്നുപോയപ്പോൾ കുംഭത്തിനുള്ളിൽ ഒരു വെളുത്ത ദ്രാവകം നിറഞ്ഞു വരുന്നത് കണ്ടു. മറ്റു പാത്രങ്ങളിൽ ഒന്നുമില്ലാതിരുന്നതിനാൽ അനന്തൻ അതിൽ കുറച്ച് തന്റെ കൈയിലേക്ക് പകർത്തി. കൈക്കുമ്പിളിൽ പാല് പോലെ തോന്നുന്ന ആ ദ്രാവകം ചുണ്ടോടടുപ്പിക്കുമ്പോൾ അനന്തന്റെ മനസ്സ് നിറഞ്ഞു. അത്രയ്ക്ക് രുചിയായിരുന്നു അതിന്. ഒരു തുള്ളി നുണഞ്ഞാൽ മതി, ആരുടെയും മനസ്സ് നിറയും. ഈ ഭൂമിയിലെ സകല പുണ്യശക്തികളെയും ആവാഹിച്ചെടുത്തുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ കുംഭത്തിനുള്ളിൽ പിറവി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിന്നിലും പരിശുദ്ധമായതൊന്നും തന്നെ ഈ ഭൂലോകത്തിൽ ഇന്ന് നിലവിലില്ല. അനന്തൻ പറഞ്ഞു. രണ്ടു മനുഷ്യരുടെ കാലൊച്ച കേട്ട അനന്തൻ വേഗം തന്നെ ആ കുംഭവും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് അതിവേഗം തന്റെ മുറിയിലേക്ക് പോയി. എല്ലാം ഭദ്രമായി അവിടെ വച്ചതിന് ശേഷം ഈ രാത്രി ആരാണ് തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നറിയാനായി പുറത്തേക്കിറങ്ങി. ഇരുട്ടിൽ രണ്ടു മനുഷ്യരുടെ അടക്കം പറച്ചിലുകൾ വ്യക്തമായി തന്നെ അനന്തന് കേൾക്കാമായിരുന്നു. ഇത് തന്നെയാണ് വീടെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? മിസ്റ്റർ അനന്തൻ വർമ്മയെ പോലെ ഒരു വ്യക്തി ഇത്രയും ചെറിയൊരു വീട്ടില്? എനിക്ക് നമ്മൾ വന്ന സ്ഥലം തെറ്റിയെന്നാ തോന്നുന്നത്, ഒരാൾ പറഞ്ഞു.
അതേ സംശയം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇത് തന്നെയാണ് വീട്. അല്ലെങ്കിലും ചുറ്റുമുള്ളതെല്ലാം ഇതുപോലെ ചെറിയ സെറ്റപ്പിലുള്ള വീടുകളാ. അതുകൊണ്ട് അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. രണ്ടാമൻ പറഞ്ഞു. അനന്തൻ ഈ സംസാരമൊക്കെ കേട്ട് വാതിലിന് പിറകിൽ തന്നെയുണ്ട്. ഈ രാത്രി ഇങ്ങനെ വരുന്നത് ആരായാലും അത് നല്ലതിനാവില്ല എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. വാതിൽ തുറക്കാൻ അനന്തന് താല്പര്യം തോന്നിയില്ല. എങ്കിലും അച്ഛനും അനിയത്തെയും ഉണരാതെ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണെങ്കിൽ അതാണ് നല്ലത് എന്ന് കരുതി അനന്തൻ വാതിൽ തുറന്നു. വാതിലിനപ്പുറം നിന്ന രണ്ടുപേരും ആദ്യമൊന്നും ഞെട്ടി. അനന്തൻ ഉറങ്ങിയിട്ടില്ല എന്നും കൃത്യമായി അപ്പോൾ തന്നെ വാതിൽ തുറന്ന് തരുമെന്നും അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അനന്തൻ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. അതിൽ ഒരാളെ അനന്തൻ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. മുൻപ് ആലത്തൂരിലെ കള്ളച്ചന്തയിൽ വെച്ച് കണ്ടുമുട്ടിയ അതേ മനുഷ്യൻ തന്നെ. ആള് നേരത്തെ കണ്ടപ്പോൾ ധരിച്ചിരുന്ന അതേ വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇത്രയും നേരം കഴിഞ്ഞിട്ടും അയാൾ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. പകരം എന്തിനാണ് തന്നെ തിരക്കി അതും ഈ സമയത്ത് വന്നിരിക്കുന്നത്? അനന്തൻ കാര്യം എന്തെന്ന മട്ടിൽ അയാളെ തന്നെ നോക്കി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ അനന്തൻ. ക്ഷമിക്കണം ഇങ്ങനെ അതിരാവിലെ വന്ന് ബുദ്ധിമുട്ടിച്ചതില്. ഞങ്ങളുടെ സാറിന്റെ പിറന്നാൾ ക്ഷണിക്കാൻ വേണ്ടിയാണ് വന്നത്. പറയുന്നതിനോടൊപ്പം തന്നെ അയാൾ കയ്യിലിരുന്ന ഇൻവിറ്റേഷൻ കാർഡ് അനന്തന് നൽകി. നിങ്ങൾ തീർച്ചയായും വരുമെന്ന് എനിക്കറിയാം. ഇനിയും നിന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അവർ പോയതും അനന്തൻ വാതിൽ ചാരി അകത്തെ സോഫയിലേക്ക് വന്നിരുന്നു. ആ ക്ഷണക്കത്തിലെ കാര്യങ്ങൾ വായിച്ചിരിക്കവേ പുറത്ത് മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് അനന്തന് തോന്നി. അകത്തേക്ക് വന്നോട്ടെ. ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത്. ആരാണ് എന്ന് നോക്കാൻ വേണ്ടി അനന്തൻ എഴുന്നേറ്റതും വാതിൽ ചെറുതായി തുറന്നുകൊണ്ട് പല്ലവി അകത്തേക്ക് കയറി. പല്ലവി, എന്താ ഇത്ര രാവിലെ? അനന്തൻ അപ്രതീക്ഷിത ഭാവത്തിൽ ചോദിച്ചു. അവൾ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകാനുള്ളത് പോലെയാണ് വേഷം ധരിച്ചിരിക്കുന്നത്. മുഖത്ത് ഗ്ലാസുമുണ്ട്. ഗുഡ് മോർണിംഗ് അനന്ത. പല്ലവി അനന്തനെ കണ്ട ആശ്വാസത്തിൽ ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ പല്ലവി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലാതെ നീ ഇത്ര രാവിലെ വരില്ലല്ലോ. അനന്തൻ ചോദിച്ചു. പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ അതിനെപ്പറ്റി നമുക്ക് പുറത്തെവിടെയെങ്കിലും മാറി നിന്ന് സംസാരിക്കാം, പല്ലവി പറഞ്ഞു. അനന്തൻ പല്ല് തേച്ചിട്ടോ കുളിച്ചിട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പല്ലവിയോട് അല്പനേരം കാത്തിരിക്കാൻ അവൻ പറഞ്ഞു. കുളിച്ച് റെഡിയായി വന്ന അനന്തൻ കാണുന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പല്ലവിയെയാണ്. ഈ ചായ? അനന്തൻ സംശയത്തോടെ ചോദിച്ചു. തന്റെ അച്ഛനിട്ട് തന്നതാ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അങ്കിള് തിരക്ക് പിടിച്ചു കൊണ്ട് തന്നതാ. പല്ലവി ചായ ഒരു ഇറക്ക് കുടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറയണ്ടേ അനന്ത? നീ അതിനെ അവിടെ തനിച്ചിരുത്തിയിട്ട് കുളിക്കാനും കയറി. എന്തായാലും നിങ്ങൾ സംസാരിക്കേ, ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാസുദേവൻ അടുക്കളയിലേക്ക് ചെന്നു. പക്ഷെ പോകുന്നതിന് മുൻപ് അയാൾ അനന്തനെ ഒന്ന് വല്ലാത്ത തരത്തിൽ നോക്കി. എന്തൊക്കെയോ സംശയങ്ങൾ അയാൾക്ക് മകനോട് ചോദിച്ച് ക്ലിയർ ആക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പല്ലവി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം അപ്പോൾ അതിന് നിന്നില്ല. ആഹാരം തയ്യാറായി എല്ലാവരും കഴിക്കാനിരുന്നു. പക്ഷെ ആരും ഒന്നും സംസാരിച്ചില്ല. അരുന്ധതിയും വാസുദേവനും അസ്വസ്ഥതയോടെയാണ് ആഹാരം കഴിക്കാനിരുന്നത്. തലേ ദിവസവും ഇതുപോലെ അപരിചിതയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു തങ്ങളുടെ ഒപ്പം. ഇന്നും അത് ആവർത്തിച്ചിരിക്കുന്നു. ഇവരുമായിട്ടൊക്കെ എന്താണ് അനന്തന് ബന്ധമെന്നും അവർക്കറിയില്ലായിരുന്നു. അവിടുത്തെ നിശബ്ദത കണ്ട് അനന്തനും പല്ലവിയും പരസ്പരം ഇടം കണ്ണിട്ട് നോക്കി. അവർക്കും ആ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും പല്ലവി അനന്തനെ തേടി വന്നിട്ടുണ്ടാവുക? അധ്യായം 56. അതിരാവിലെ അനന്തനെ തേടി വീട്ടിലെത്തിയ പല്ലവിയെ കണ്ട് വാസുദേവനും അരുന്ധതിയും അല്പം അസ്വസ്ഥതയോടെയാണ് ഭക്ഷണം കഴിക്കാനിരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ സൈരന്ധ്രി തങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും സംസാരിക്കുകയും കൂട്ടത്തിൽ ഒരാളായി വേഗം മാറുകയും ചെയ്തിരുന്നു. പക്ഷേ പല്ലവി ഒന്നും മിണ്ടാതെ തീർത്തും മൗനമായിരിക്കുന്നത് കണ്ട് അരുന്ധതിക്ക് ഒരു വല്ലായ്മ തോന്നി. വളരെയധികം പണക്കാരിയും തങ്ങളെക്കാളും ഒരുപാട് മുകളിലാണെന്ന ഭാവവും
അവൾക്കുള്ളതിനാലാവും ആരോടും ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത് എന്ന് വാസുദേവനും അരുന്ധതിയും കരുതി. മോൾക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? വാസുദേവൻ ചോദിച്ചു. നന്നായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ അതേ സ്വാദ്, പല്ലവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അതിനുശേഷം വീണ്ടും അകാരണമായ നിശബ്ദത അവർക്കിടയിൽ നിറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അനന്തൻ വേഗം തന്നെ പല്ലവിക്കൊപ്പം ഇറങ്ങി. ഡ്രൈവർ കാർ അല്പദൂരം മുന്നോട്ടെടുത്ത ശേഷമാണ് പല്ലവി സംസാരിച്ചു തുടങ്ങിയത്. അനന്ത, ഫസ്റ്റ് ഓഫ് ഓൾ സോറി. വീട്ടിൽ ഇത്തിരി ഓക്വേർഡ് ആയിരുന്നല്ലേ. ഞാനിങ്ങനെ അതിരാവിലെ തന്നെ വീട്ടിലേക്ക് വന്നത് എന്താന്ന് വെച്ചാ, മുത്തശ്ശന് അത്യാവശ്യമായി അനന്തനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അനന്തന്റെ ഒരു സഹായം വേണത്രേ. പല്ലവി പറഞ്ഞു. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ പല്ലവി. അനന്തൻ പറഞ്ഞു. താൻ കേട്ട് കാണുമെന്ന് എനിക്കറിയില്ല. ആലത്തൂർ ദേശം ഒന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ നാട്ടുപ്രമാണി ഷൺമുഖന്റെ പിറന്നാൾ അടുത്തു. ശക്തരായ ഒരുപാട് ആളുകള് അന്ന് അവിടെ എത്തിച്ചേരും. പല്ലവി പറയുന്നത് കേട്ട് അനന്തൻ ഒരു നിമിഷം അമ്പരന്നു. ഷൺമുഖനൊക്കെ ഒരുമാതിരി അണ്ടർഗ്രൗണ്ട് ബിസിനസ്സാണ്. ഭാർഗവ ഗ്രൂപ്പ്സ് പോലെയുള്ള നിലയും വിലയുമുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് അവരുമായി എന്താണ് ഇടപാട്? അനന്തൻ ചിന്തിച്ചു. ഞാൻ അവരെ പറ്റി കഴിഞ്ഞ ദിവസമാണ് കേൾക്കുന്നത്. കുറച്ചൊക്കെ എനിക്കും അറിയാം, അനന്തൻ പറഞ്ഞു. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഈ പറഞ്ഞ ഷൺമുഖന്റെ പിറന്നാളിന് ശക്തരായ ഒരുപാട് അതിഥികൾ എത്തുമെന്ന് പറഞ്ഞല്ലോ. മിക്കവാറും അവരിൽ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ബിസിനസ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധോലോക സംഘത്തെയോ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ തന്നെ കൈമൾ ഗ്രൂപ്പുമായി ഞങ്ങൾ ശത്രുതയിലാണെന്നറിയാലോ. കൈമളിന്റെ ഭാഗത്തു നിന്നും ആരെങ്കിലും ഉറപ്പായും അവിടെ എത്തിയിരിക്കും. അന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ അവര് ജയിച്ച നമുക്ക് നല്ല പ്രശ്നമാണ്. ഇതൊക്കെ ഒരു തരത്തിലുള്ള പവർ പ്ലേ ആണ്. അനന്തനാണെങ്കിൽ നാരായണ കൈമളിന്റെ കൈവെട്ടുകയും അവരെ ഒരുപാട് ഭയപ്പെടുത്തുകയും ചെയ്ത ആളല്ലേ. താനിപ്പോ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബലമായിരിക്കും. ഞാനും മുത്തശ്ശനും എന്നും അനന്തനോട് കടപ്പെട്ടിരിക്കും, പല്ലവി പറഞ്ഞു. ഇതേതായാലും നന്നായി. അല്ലെങ്കിലും എനിക്ക് ഷൺമുഖന്റെ പിറന്നാളിന് ക്ഷണമുണ്ട്. അന്ന് എനിക്ക് എന്റേതായ ചില കണക്കുകൾ കൂടി പറഞ്ഞ് സെറ്റിൽ ചെയ്യാനുമുണ്ട്. പിന്നെ തന്റെ കുടുംബത്തിന് എപ്പോ എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയാം. ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറില്ല. ഇക്കാര്യത്തിലും ഞാൻ ഭാർഗവ ഗ്രൂപ്പിനൊപ്പം ഉണ്ട്, അനന്തൻ പറഞ്ഞു. ഇത് കേട്ട് പല്ലവി സന്തോഷിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തുകൊണ്ട് അവൾ അനന്തനോട് പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാനുള്ള അനന്തന്റെ മനസ്സ് കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ ഒന്നും ഓർത്തോളൂ, അയാളുടെ പിറന്നാൾ ഫംഗ്ഷന് ഞാൻ പറഞ്ഞതുപോലെ വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആളുകൾ എത്തുന്നത് പരസ്പരം പോരടിക്കാനാണ്. പോരുകോഴികളെ പോലെ പരസ്പരം കൊത്തി വീഴ്ത്തുമ്പോ കൈയടിക്കാൻ ആലത്തൂർ ദേശക്കാർ മുഴുവനും ഉണ്ടാവും. പരസ്പരം തോൽപ്പിച്ച് പണവും അധികാരവും സ്വന്തമാക്കാനാണ് ഇത്തരം മത്സരങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഓരോ നീക്കവും, പല്ലവി ഒരു മുൻകരുതൽ എന്നോണം അനന്തനോട് പറഞ്ഞു. ഇതൊക്കെ എനിക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോട്ടെ, തനിക്ക് ഈ ആലത്തൂർ ദേശത്തെ മണ്ണാർക്കാട്ടുകാരെ പറ്റി അറിയോ? അനന്തന്റെ ചോദ്യം കേട്ട് പല്ലവിയുടെ മുഖമിരുണ്ടു. പല്ലവിയുടെ മുഖഭാവം കണ്ട അനന്തൻ അവളെ വീണ്ടും ടെൻഷൻ ആക്കണ്ട എന്ന് കരുതി നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആലത്തൂർ ദേശത്ത് താൻ മാലിനിയോടൊപ്പം ഇന്നലെ പോയതും അവിടുത്തെ കള്ളച്ചന്തയിൽ വെച്ച് തന്റെ കോളേജിലെ കൃഷ്ണപ്രിയയെ കണ്ടതും ശേഷം നടന്ന കാര്യങ്ങൾ മുഴുവൻ അനന്തൻ പല്ലവിക്ക് വിശദീകരിച്ചു നൽകി. അനന്തൻ അറിയേണ്ടിയിരുന്നത് താൻ കത്തിയെറിഞ്ഞ് വീഴ്ത്തിയവൻ രക്ഷപ്പെട്ടുവോ അതോ മരിച്ചോ എന്നാണ്. ഇന്നലെ തന്നെ അയാൾ മരിച്ചുവെന്ന് ആളുകൾ അടക്കം പറയുന്നുണ്ടായിരുന്നുവെങ്കിലും ആരും ആ മരണം ഉറപ്പു വരുത്തിയിരുന്നില്ല. അനന്തന് തന്റെ കാര്യത്തിൽ തീർത്തും ഭയമില്ലായിരുന്നു. പക്ഷേ കൃഷ്ണപ്രിയയെ ഇതൊക്കെ എങ്ങനെയാവും ബാധിക്കുന്നത് എന്നതായിരുന്നു അവന്റെ ചിന്ത. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ പല്ലവി അനന്തനെ സമാധാനിപ്പിച്ചു. മണ്ണാർക്കാട്ടുകാരുമായിട്ടുള്ള പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അനന്തന്റെ ശക്തി അവര് നേരിട്ട് കണ്ടതല്ലേ. അതുകൊണ്ട് ഇനി തന്നോട് കളിക്കുമ്പോ അവര് സൂക്ഷിച്ചും കണ്ടും മാത്രമേ നിൽക്കൂ. അതുകൊണ്ട് വലിയ ശല്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാലും ഭാർഗവ ഗ്രൂപ്പ് മുഴുവൻ തന്റെ ഒപ്പമില്ലേ, പല്ലവി പറഞ്ഞു. എന്നാലും എങ്ങനെയാണെന്താ താൻ ഈ പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് ചെന്ന് ചാടുന്നത്?
എന്നും എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ തന്നെ തേടിയെത്തുമല്ലോ. അതും പറഞ്ഞ് പല്ലവി കുലുന്നനെ ചിരിച്ചു. പല്ലവിയുടെ ചോദ്യവും ചിരിയും കണ്ട് അനന്തനും അറിയാതെ ചിരിച്ചു. അവൻ ആ ചെറു ചിരിയോടെ തന്നെ അവൾക്ക് മറുപടിയും നൽകി. എന്തു ചെയ്യാനാ പല്ലവി, പ്രശ്നക്കാർക്കൊക്കെ നന്നാവാൻ സമയമാകുമ്പോ അവര് സ്വയം എന്നെ തേടിയെത്തുന്നതാണെന്ന് തോന്നുന്നു. ചിരിച്ചുകൊണ്ട് അത് പറയുന്ന അവനെ പല്ലവി കൗതുകത്തോടെ നോക്കി. ഒരു 20 വയസ്സുകാരനാണെങ്കിലും അവന് നല്ല ഉയരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന്റെ മുഖവും നല്ല തേജസ്സുള്ള ഒരു രാജകുമാരന്റേത് പോലെ തിളങ്ങുന്നുണ്ട് എന്ന് പല്ലവിക്ക് തോന്നി. അവൾ അനന്തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണുകൾ പതിപ്പിച്ചു. അനന്തനിൽ ആകെ ഉള്ളൊരു കുറവായി അവൾക്ക് തോന്നിയത് അവൻ ധരിച്ചിരുന്ന ഷർട്ടും പാന്റും പിന്നെ ഷൂസുമാണ്. അത് കാരണം മാത്രമാണ് അവന് മറ്റുള്ളവരുടെ മുന്നിൽ ആദ്യമേ തന്നെ വിലയിടിയുന്നത്. അനന്തന്റെ ഷർട്ട് അത്യാവശ്യം പഴയതും അതുപോലെ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടാത്ത തരം പഴയ ഡിസൈനുമായിരുന്നു. ഷൂസ് ആണെങ്കിൽ പുതിയത് തന്നെയാണ്, പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ വില കുറഞ്ഞതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഒരുപക്ഷെ ഷർട്ടൊക്കെ അവന്റെ അച്ഛൻ മുൻപ് വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. അന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം വില കുറഞ്ഞത് മാത്രമേ അവർക്ക് വാങ്ങാൻ കഴിയുള്ളൂ എന്ന് കരുതാം. പക്ഷേ പുതിയ ഷൂസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അനന്തന് കുറച്ചുകൂടെ നല്ലത് തിരഞ്ഞെടുത്തുകൂടെ? അവന്റെ സാഹചര്യം ഇപ്പോൾ വളരെയധികം മാറിയിരിക്കുന്നല്ലോ. സ്വന്തമായി ഡിസ്പെൻസറിയും അതുപോലെ നല്ലൊരു ബാങ്ക് ബാലൻസും ഇന്ന് അവനുണ്ട്. പിന്നെ എന്തിനാണ് ഈ ദരിദ്ര ജീവിതം തുടരുന്നത്? ഇന്ന് ലോകം ആരുടെയും കഠിനാധ്വാനവും ലളിത ജീവിതവും അംഗീകരിക്കില്ല. ആരും ആദ്യം വിലയിരുത്തുക ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഒറ്റ നോട്ടത്തിൽ അറിയുന്ന ആഡംബരങ്ങളുമാകും. അനന്തൻ ഇപ്പോഴും വെറും ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അവൻ ഇങ്ങനെ നടന്നാൽ ഇനിയും ആളുകൾ അവന്റെ തലയിൽ കയറാനുള്ള സാഹചര്യം തുടരും. പല്ലവി വെറുതെ ഓരോന്ന് ആലോചിച്ചു. അനന്തൻ എന്തേ ഇപ്പോഴിങ്ങനെ വില കുറഞ്ഞ വേഷങ്ങളൊക്കെ ധരിക്കുന്നത്? തന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മാറിയില്ലേ? ഇപ്പോ ആഡംബരം ഇല്ലെങ്കിലും അധികം ദാരിദ്ര്യം തോന്നാത്ത തരം ഡ്രസ്സിങ്ങിലേക്ക് തനിക്കിനി ഒരു ചേഞ്ചൊക്കെ ആവാം. നമുക്ക് ആദ്യം കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയാലോ? പല്ലവി ചോദിച്ചു. ആദ്യം വേണ്ട എന്ന് പറയാൻ ഒരുങ്ങിയെങ്കിലും പല്ലവി പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് എന്ന് അനന്തന് തോന്നി. ഭാവിയിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി അനന്തൻ പല്ലവിയെ തടഞ്ഞില്ല. അവൾ ഡ്രൈവറോട് കാർ ഷോപ്പിംഗ് മാളിലേക്ക് വിടാൻ പറഞ്ഞു. അവിടെയുള്ള ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലേക്ക് തന്നെ ഡ്രൈവർ ആ കാർ കൊണ്ട് നിർത്തി. അകത്തേക്ക് കയറിയതും പല്ലവി അനന്തനെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. കുട്ടിക്കാലം മുതലേ ഷോപ്പിങ്ങിലും മറ്റും കമ്പമുള്ളതിനാൽ തന്നെ പല്ലവിക്ക് വളരെ നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉണ്ടായിരുന്നു. അവൾ അനന്തന്റെ ബോഡിക്ക് എന്ത് തരം ഡ്രസ്സാണ് മാച്ച് ആകുന്നത് എന്ന് നോക്കി. പല്ലവി ആ മാളിൽ തന്നെയുള്ള ഒരു ജെൻസ് ടെക്സ്റ്റൈൽസിലേക്ക് അനന്തനെയും കൂട്ടിച്ചെന്നു. അവിടുത്തെ സ്റ്റാഫിന് പല്ലവി മുൻപ് അവിടെ വന്നതിന്റെ പരിചയമുണ്ടായിരുന്നു. സ്റ്റാഫ് രണ്ടുപേരെയും വെൽക്കം ചെയ്തു. ഗുഡ് മോർണിംഗ് പല്ലവി മാം. ഗുഡ് മോർണിംഗ് സർ. എന്താ വേണ്ടത്? സ്റ്റാഫ് ചോദിച്ചു. സെയിൽസ്മാൻ അനന്തനെയും കൂട്ടി ഷർട്ട് ഓരോന്നായി കാണിച്ചു നടന്നു. അയാൾ അനന്തനോട് വളരെയധികം ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. പല്ലവി ഭാർഗവൻ കൂട്ടിക്കൊണ്ടുവന്ന കസ്റ്റമർ ആരായാലും മോശക്കാരനായിരിക്കില്ല എന്ന ഒരു മനോഭാവവും അതിന് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ വിശദീകരിച്ച് ടൈം കളയണ്ട. ഈ ഡിസൈൻസ് ലേറ്റസ്റ്റ് ആണല്ലോ. മോഡൽസിനെ വിളിച്ച് ഡ്രസ് ചെയ്ത് കാണിക്കും. ഞങ്ങൾ അകത്ത് വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് പല്ലവി അനന്തനെ VIP റൂമിലേക്ക് കൂട്ടി. VIP റൂം എന്നാൽ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അവിടെ അവർക്ക് വിശാലമായിരിക്കാം. നടന്ന് സെലക്ട് ചെയ്ത് മുഷിയണ്ട. അവർ സെലക്ട് ചെയ്ത ഡിസൈൻസ് മോഡൽസ് ധരിച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അവർ VIP റൂമിൽ കയറി 2 മിനിറ്റ് കഴിഞ്ഞതും സുന്ദരന്മാരായ 10 ചെറുപ്പക്കാർ അകത്തേക്ക് കയറി വന്നു. 10 പേരും പല്ലവി തിരഞ്ഞെടുത്ത ഡിസൈൻസ് ആയിരുന്നു ധരിച്ചിരുന്നത്. അവർ പല പോസിൽ വന്നു നിന്നു. അനന്ത, ഈ 2 ഡിസൈൻസ് എങ്ങനെയുണ്ട്? തനിക്ക് നല്ല ഫിറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അനന്തന് ഏതാ ഇഷ്ടായേ? പല്ലവി ചോദിച്ചു. നിങ്ങൾ പണക്കാരുടെ ഹോബീസ് ഒക്കെ നല്ല രസമാണല്ലോ. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വല്ലവരെയും കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് അത് തനിക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അനന്തൻ അത് പറയുന്നതിനോടൊപ്പം ചിരിച്ചുപോയി. ശരി, എന്നാ താൻ തന്നെ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ 2 ഷർട്ട് എടുത്ത് അനന്തന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ഒരു ചെറു ചിരിയോടെ എഴുന്നേറ്റ് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നടന്നു. പക്ഷേ എത്ര തള്ളിയിട്ടും VIP റൂമിലെ ഡ്രസ്സിംഗ് ഏരിയയുടെ ഡോർ തുറക്കാത്തതിനാൽ അനന്തൻ റൂമിൽ വെച്ച് തന്നെ ഷർട്ട് ഇട്ട് നോക്കാൻ തുടങ്ങി.
ഏയ് അനന്ത, ഇവിടെ വെച്ച് മാറണ്ട. പല്ലവി അത് പറയുന്നതിന് മുൻപ് തന്നെ അനന്തൻ തന്റെ ഷർട്ട് അഴിച്ചു. അവന്റെ ഒത്ത ശരീരവും നെഞ്ചുമൊക്കെ കണ്ട് പല്ലവി ഒരു നിമിഷം തറഞ്ഞു നിന്നു. അവൾ ആദ്യമായല്ല ഒരു പുരുഷന്റെ ഷർട്ടില്ലാത്ത ശരീരം കാണുന്നത്. ജിമ്മിൽ പോകുമ്പോഴും മറ്റും അവിടെ ഒരുപാട് പുരുഷന്മാർ വർക്കൗട്ട് ചെയ്യുന്നത് അവളുടെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ അവരുടെ ഒന്നും ശരീരം കാണുമ്പോൾ അവൾക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അനന്തന്റെ ശരീരം ബ്രഹ്മാവ് പ്രത്യേകമായി കടഞ്ഞെടുത്തതാണെന്ന് പല്ലവിക്ക് തോന്നി. അവൾ ചുറ്റും നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന 2-3 ഫീമെയിൽ സ്റ്റാഫുകളും തന്നെ പോലെ അനന്തനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. എന്തൊരു ബോഡിയാണടി! ഞാൻ ഒറ്റ നോട്ടത്തിൽ ഈ ചെറുക്കന്റെ മുന്നിൽ ഫ്ലാറ്റായി. അതിലൊരു പെൺകുട്ടി പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കടി, ഉള്ള പണി കളയാതെ. അയാളെ പല്ലവി മാഡം കൂട്ടിക്കൊണ്ടുവന്ന്, ചിലപ്പോ മാഡത്തിന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അവരുടെ സംസാരം കേട്ട് പല്ലവി അതിശയിച്ചു പോയി. ആരെങ്കിലും അനന്തനെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ആ ഡോർ ഒന്ന് തുറന്നു കൊടുക്ക്. പല്ലവി തന്റെ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു സ്റ്റാഫ് വന്ന് ആ ഡോർ തുറന്നു കൊടുത്തു. ആ ഡോർ തുറക്കുന്ന ടെക്നിക്ക് കണ്ട അനന്തന് ലേശം ജാള്യത തോന്നി. ഭഗവാനെ ആദിശേഷ, അങ്ങ് എനിക്ക് ഈ ലോകത്തെ ദേവനിർമ്മിതമായ സകല ശാസ്ത്രങ്ങളിലും കലകളിലും ജ്ഞാനം നൽകി. എന്നാൽ മനുഷ്യനിർമ്മിതമായ ഒന്നിലും എനിക്ക് ജ്ഞാനമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സ്വയം അപ്ഡേറ്റഡ് ആവേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പബ്ലിക്കായിട്ട് ചമ്മേണ്ടി വരും. അനന്തൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. പല്ലവിയും അനന്തനും തമ്മിൽ ഒരു പ്രണയബന്ധത്തിന് സാധ്യതയുണ്ടോ?